ഹലോ, അസ്സലാമു അലൈക്കും. ഒന്നും പത്തിരിങ്ങളാണ്ടല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പത്തിരി ആയിരിക്കും വിചാരിക്കുന്നു. ഞങ്ങളവിടെയൊക്കെ പത്തിരിയാണ്. അപ്പോൾ രാവിലെ സുബിഷ്കാരം കഴിഞ്ഞിട്ട് യാസീനൊക്കെ ഓതി പത്തിരിങ്ങളെ പേരിൽ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോരോ പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പള്ളിക്കലേക്ക് പത്തിരി കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങളവിടെ അങ്ങനെയാണ് പത്തിരിയാണ് കൊണ്ടുപോകും. നിങ്ങളവിടെ എന്താ കൊണ്ടുപോകണമെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളവിടെ പത്തിരി കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് ബീഫ് കറി തരും. അപ്പോൾ ഞങ്ങൾ കുറച്ച് പത്തിരിയും കൊടുക്കും, പിന്നെ പൈസയും കൊടുക്കും. പിന്നെ അപ്പോൾ അവിടുന്ന് ബീഫ് കറി, അതിന് പാത്രം കൊണ്ടുപോകണം. അപ്പോൾ ഉച്ചക്ക് മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പത്തിരിയൊക്കെ ഇതൊക്കെ കൊടുക്കണത്. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോയി മദ്രസയിൽ വെച്ചിട്ടായിരുന്നു പിന്നെ പത്തിരി ഉച്ചക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് കൊടുത്തയച്ചു. അപ്പോൾ അതിന് പത്തിരി ഉണ്ടാക്കിയതാട്ടത്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് നോമ്പറക്കാൻ പത്തിരിയും പള്ളിക്കലത്തെ ബീഫ് കറി കേട്ടോ. പള്ളിയിലത്തെ ബീഫ് കറി പ്രത്യേക ഒരു ടേസ്റ്റാണ്, നമ്മൾ ഉണ്ടാക്കണ പോലെയല്ല. അതെന്താണ്, അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്കിഷ്ടം കേട്ടോ പള്ളിക്കലത്തെ പത്തിരി ബീഫൊക്കെ. മദ്രസയിൽ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. പള്ളി കുറച്ച് അപ്പുറത്താണ്, കുറച്ച് ദൂരത്താണ്. പിന്നെ മദ്രസയും കുറേ ദൂരത്താണ്. പക്ഷേ ഞാൻ ഖുറാൻ ക്ലാസ്സൊക്കെ അവിടെ വെച്ചിട്ടാണ് ഉണ്ടാവാറ്. ഞാൻ പോവാറുണ്ട്, എല്ലാ ഞായറാഴ്ചയും ഖുറാൻ ക്ലാസ് ഉണ്ടാവും. അപ്പം അതിനൊക്കെ പങ്കെടുക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങളവിടെ എല്ലാ വീട്ടുകളിലും പത്തിരിയും ബീഫ് കറി ഇരിക്കാം. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താണെന്നൊക്കെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. ഞാൻ അടുപ്പിൽ തന്നെയാണ് ചൂടാറ്. ഇതാണ്ട വലിയ ചട്ടിയുണ്ട്, മൂന്നെണ്ണം ഉണ്ടാവും ഒരു ട്രിപ്പിൽ. അങ്ങനെ അടുപ്പിൽ തന്നെയാണ് ഞാൻ ചുട്ടെടുക്കാറ്. പള്ളിക്കൽ വെച്ച ഇറച്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. എനിക്കിഷ്ടം കേട്ടോ പള്ളിക്കലത്തെ ഇറച്ചിക്കറി. അത് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മൗലൂദൊക്കെ കഴിഞ്ഞിട്ടുള്ള ടേസ്റ്റാണെന്നല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഇന്ന് എന്തായാലും പള്ളിക്കലത്തെ ഇറച്ചിയും പത്തിരിങ്ങളെ പത്തിരി ഇറച്ചിയാണ് ഇന്ന് ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ അതാ ഇപ്പം പോയിട്ട് കൊടുന്നു, തൂക്കാത്രം കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അതിൽ ഇറച്ചിക്കറിയും പിന്നെ അവിടുന്ന് ഞങ്ങൾ കൊടുത്തയച്ച പത്തിരി ഇല്ല, അന്ന് പകുതി പത്തിരി അവിടെ എന്നിട്ട് അവിടുത്തെ പത്തിരി കുറച്ചും കൂടി തരും. ആ പത്തിരി കേട്ടത് ഒക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. എല്ലാവരും കൊടുന്ന് പാത്രത്തിലിടുമ്പോഴേ. പിന്നെ കറിയാണ് ഈ തൂക്കുപാത്രത്തിൽ. നല്ല ബീഫ് കറിയാണ്. വലിയ കഷ്ണരിക്കും. അതിൽ ചിലപ്പോൾ കായ, കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അവർ. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പള്ളിക്കലത്തെ കറി. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.